ഡൽഹിയിൽ കൈകോർത്ത് കേരളത്തിലെ ഇന്ത്യ സഖ്യം. രാജ്യസഭയിലാണ് കേരളത്തിൽ നിന്നുള്ള ഇന്ത്യ മുന്നണി എംപിമാർ ഒന്നിച്ചെന്നത്. കേരളത്തിൽ BJP-യാണ് മുഖ്യ ശത്രു എന്ന് തിരിച്ചറിഞ്ഞായിരുന്നു ജോൺ ബ്രിട്ടാസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യം ഒന്നിച്ചെന്നത്. രാജ്യസഭയിലെ കേരളത്തിൽ നിന്നുള്ള LDF UDF അംഗങ്ങളാണ് ഒന്നിച്ചു നിന്നത്. അവർ ഒന്നിച്ചു നിന്നത് കേവലം BJP-യെ എതിർക്കുക എന്ന ലക്ഷ്യത്തിനായാണ്. ജോൺ ബ്രിട്ടാസിനെതിരെ BJP MP സുസ്മിത ദേവ് നടത്തിയ പരാമർശത്തിന്റെ പേരിലാണ് രാജ്യസഭയിൽ കേരളത്തിന്റെ ഇന്ത്യ സഖ്യം പ്രകടമായത്. ഇന്ത്യ സഖ്യ MPമാർ ഒന്നിച്ച് മാധ്യമങ്ങളെ കാണുകയും BJP MP നടത്തിയ ലുങ്കിവാല പരാമർശത്തിലെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. ബ്രിട്ടാസിന് പിന്തുണയെന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അംഗം ഹാരിസ് ബീരാൻ പറഞ്ഞു. അതിന് ഞങ്ങൾ ഇന്നലെ തന്നെ രാജ്യസഭാ ചെയർമാൻ അടുത്ത് പോയിട്ട് അതിനകത്തൊരു പരാതി ഞങ്ങൾ പറയുകയും ചെയ്തു. ബോധപൂർവമുള്ള അപമാന ശ്രമമെന്നായിരുന്നു ജോസ് കെ മാണിയുടെ പ്രതികരണം. ബോധപൂർവം ബ്രിട്ടാസ് പ്രസംഗിക്കുമ്പോൾ പ്രതിപക്ഷം തീർച്ചയായും ഭരണപക്ഷത്തിനെതിരെ കൂടുതൽ സംസാരിക്കുമെന്നറിഞ്ഞുകൊണ്ട് തന്നെ ആ സീറ്റിൻ്റെ അടുത്ത് നിന്ന് മൈക്ക് ഓണായിട്ടിരിക്കുമ്പോൾ അവർക്ക് പ്രതിഷേധിക്കാൻ അല്ലെങ്കിൽ ഇടപെടുവാൻ കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇടത് MPമാരാകട്ടെ BJP-യുടെ കേരള വിരുദ്ധ മനസ്സ് പ്രകടമായെന്ന കുറ്റപ്പെടുത്തലാണ് നടത്തിയത്. ഇന്ന് പാർലമെന്റിൽ ബോധ്യപ്പെട്ടു. നിങ്ങൾ സൗത്ത് ഇന്ത്യൻ എന്നോ ഭാഷയുടെയോ അല്ലെങ്കിൽ വസ്ത്രത്തിൻ്റെയോ ഒക്കെ പേരിൽ നിങ്ങൾ വിഭജിപ്പിക്കാൻ മതത്തിൻ്റെ പേരിലൊക്കെ ശ്രമിക്കുമ്പോൾ ഇന്ന് ഈ വളരെ മോശപ്പെട്ട അധിക്ഷേപ പരാമർശത്തിനെതിരെ സഭയിൽ പ്രതിഷേധിക്കാൻ ഇറങ്ങിയത് സൗത്ത് ഇന്ത്യൻസ് മാത്രമല്ല, കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള BJP വിരുദ്ധരായ മുഴുവൻ പേരുണ്ടായിരുന്നു. MPമാർ ഇതേ രീതിയിലുള്ള പ്രചരണം മിക്കവാറും ദിവസങ്ങളിൽ ഇത് ശ്രദ്ധയിൽപ്പെട്ടത് അവർ തൊട്ടടുത്ത് വന്നു നിന്ന് ഇത് സ്വയം ഈ മൈക്കിൽ തന്നെ കയറി പറഞ്ഞതുകൊണ്ടാണ്. കേരളത്തിൽ BJP-യാണ് മുഖ്യശത്രു എന്ന് തിരിച്ചറിഞ്ഞാണ് ഇന്ത്യ സഖ്യ MPമാർ ഒന്നിച്ചത്. ഈ യോജിപ്പ് കേരളത്തിന്റെ വികസനത്തിനോ പൊതു താല്പര്യത്തിനു വേണ്ടിയോ അല്ല എന്നത് ഇവരുടെ ഇടുങ്ങിയ രാഷ്ട്രീയ താല്പര്യം തുറന്നു കാട്ടുന്നു. ജനം, ഡൽഹി.